സംസ്ഥാനത്ത് സ്വർണ്ണവില 1 ലക്ഷം കടന്നു. സ്വർണ്ണവില ഇന്ന് പവന് 1760 രൂപ വർദ്ധിച്ചതോടെയാണ് 1 ലക്ഷം കടന്നു കുതിച്ചത്. 1,01,600 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 220 രൂപയാണ് വർദ്ധിച്ചത്. 12,700 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. വലിയ കുതിപ്പാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 1 ഗ്രാം സ്വർണത്തിന് 220 രൂപയും 1 പവൻ സ്വർണത്തിന് 1760 രൂപയുടെയും വില വർധനവാണ് ഉണ്ടായത്. 1 ഗ്രാം സ്വർണത്തിന് 12,700 രൂപയും 1 പവൻ സ്വർണത്തിന് 1,01,600 രൂപയും വിലയായി. അന്താരാഷ്ട്ര തലത്തിലുള്ള വിലവർധനവാണ് ആഭ്യന്തര വിപണിയിലും വിലവർധനവിന് കാരണം. സ്വർണ്ണവില 1 ലക്ഷവും കടന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. അന്താരാഷ്ട്ര സ്വർണ്ണവില $4,500 എത്തിയതോടെ ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില 1 ലക്ഷത്തിന് മുകളിലേക്ക് കുതിക്കുന്നു. സ്വർണ്ണവില കഴിഞ്ഞ 5 വർഷത്തെ വില പരിശോധിച്ചാൽ $2,500 വില വ്യത്യാസമാണ് അന്താരാഷ്ട്ര വിപണിയിലുണ്ടായത്. ആഭ്യന്തര വിപണിയിൽ 2020 40,000 രൂപയായിരുന്ന സ്വർണ്ണ വിലയാണ് 1 പവന് ഇന്നിപ്പോൾ 1 ലക്ഷം രൂപ കടക്കുന്നത്. 60,000 രൂപയുടെ വില വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള സൂചനകൾ, അതുപോലെ തന്നെ ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ, ഡോളറിൻ്റെ മൂല്യശോഷണം തുടങ്ങിയവയെല്ലാം സ്വർണ്ണവില ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ ദുർബലാവസ്ഥയും സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കണ്ടതാണ് ഈ 1 ലക്ഷത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ പവന് 1760 രൂപ കൂടി 1 ലക്ഷം കടന്ന്, കൃത്യമായി പറഞ്ഞാൽ 1,01,600 രൂപയിൽ എത്തി നിൽക്കുകയാണ്. തീർച്ചയായും ലിജിൻ, കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില 1 ലക്ഷം കടക്കുന്നതിലെ ആ ഒരു നിമിഷം ഏത് ദിനമെന്ന് നോക്കി നിൽക്കുകയായിരുന്നു മലയാളികൾ. ഇന്നേതായാലും സംസ്ഥാനത്ത് സ്വർണത്തിന്റെ വില പവന് ആദ്യമായി 1 ലക്ഷം കടന്നിരിക്കുന്നു. പവന് 1,01,600 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഗ്രാമിന് 12,700 രൂപയിലേക്കും. ഇതൊരു സർവകാല റെക്കോർഡാണ്. കേരളത്തിൽ ഇത്രയധികം സ്വർണ്ണവില ഉയർന്ന ഒരു വർഷം ഉണ്ടായിട്ടില്ല. കാരണം 2025 ആദ്യം 60,000 രൂപയിൽ താഴെയായിരുന്നു. അതായത് പവന് 57,000 രൂപ മാത്രമായിരുന്നു സ്വർണത്തിന്റെ വിലയെങ്കിൽ ഈ കഴിഞ്ഞ 12 മാസത്തിനിടയിലുണ്ടായ വർധനവ് ഏകദേശം 40,000 രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ ഒരു വിലക്കയറ്റത്തിന്റെ ചുവട് പിടിച്ചു തന്നെയാണ് കേരളത്തിലും ഇന്ത്യയിലും അതേപോലെ തന്നെ കേരളത്തിലും ഈ വിലവർധനവ് ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര വിഷയങ്ങൾ പലതും ഇതിന് കാരണമായി എന്ന് തന്നെ വേണം കരുതാൻ. US വെനസ്വേല ഭിന്നതയുടെ അതിരൂക്ഷമാകുന്നതും റഷ്യ യുക്രൈൻ സമാധാന നീക്കം പാളുമെന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നതും ഒക്കെ ഇങ്ങനെ അന്താരാഷ്ട്ര മാർക്കറ്റിലെ സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലെ ഒരു സ്ഥിതി പരിശോധിക്കുമ്പോൾ ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് കുറഞ്ഞത് ഇതും വലിയ പ്രതിസന്ധിക്ക് കാരണമായി. വിനിമയ നിരക്ക് ഉയർന്നത്, അതായത് മുൻപ് 71 രൂപയുണ്ടായിരുന്ന വിനിമയ നിരക്ക് 91ലേക്ക് ഉയരുകയാണ് ചെയ്തത്. 20 രൂപയുടെ വ്യത്യാസമാണ് 2020 നിന്നും 25ലേക്ക് എത്തുമ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായത്. ഇതും വലിയ മാറ്റത്തിന് കാരണമായി. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ 2,500 ഡോളറിന്റെ വ്യത്യാസമാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിനുണ്ടായത്. അതേപോലെ തന്നെ അതിന്റെ ചുവട് പിടിച്ച് ഇപ്പോൾ 45,000 അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന്റെ വില എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരം മാറ്റങ്ങൾ, അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾ, അന്താരാഷ്ട്ര രംഗത്ത് ഉണ്ടാകുന്ന വിവിധ വിഷയങ്ങൾ, ഇതെല്ലാം മൂലം വൻകിടക്കാർ പലരും ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കണക്കിലാക്കി എടുക്കുന്നതും ഈ സ്വർണ്ണ വില ഉയരുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും ഈ 2025 കടക്കുമ്പോൾ സ്വർണ്ണവില 1 ലക്ഷത്തിന് മുകളിൽ എത്തിയിരിക്കുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഉപഭോഗമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം. കേരളത്തിൽ 2,000 ടണ്ണിലധികം സ്വർണം ജനങ്ങളുടെ കൈവശം ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിൽ ഒരു വർഷം നടന്നു വരുന്ന വിറ്റുവരവ് എന്ന് പറയുന്നത് ഏകദേശം 125 മുതൽ 150 ടണ്ണ് വരെയാണ്. അപ്പോൾ എത്രത്തോളം സ്വർണത്തിന് കേരളത്തിൽ ഒരു മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഈ ക്രിസ്മസ് പുതുവത്സര അവസരങ്ങളിൽ
ധാരാളമായി വിവാഹങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെ സ്വർണ്ണവില കുതിച്ചുയരുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ്. അതേസമയം കൈകളിൽ സ്വന്തം കീശയിൽ കയ്യിൽ സ്വർണം ധാരാളമായി ഉള്ളവർക്ക് ആശ്വസിക്കുകയും ചെയ്യാം. അത്തരമൊരു സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത്. അലിജി, ശരി, എന്തായാലും സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ എത്തിയിരിക്കുന്നു. 1 ലക്ഷം കടന്നിരിക്കുകയാണ് പവന്. പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.